ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഹരിഷ്ണ. ദ്വിദിന സന്ദർശനത്തിന്റെ ഭാഗമായി ബ്രൂണയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. ബ്രൂണൈ സുൽത്താൻ ഹാജി ഹസനാൽ ബോൽക്കിയയുമായും രാജകുടുംബത്തിലെ മറ്റ് പ്രമുഖരുമായും ശ്രീ മോദി നാളെ കൂടിക്കാഴ്ച നടത്തും. ബ്രൂണയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷന്റെ പുതിയ കെട്ടിടം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ തുടങ്ങിയവരും അദ്ദേഹത്തിനൊപ്പമുണ്ടായിരുന്നു. ബ്രൂണയിലെ ഒമർ അലി സൈഫുദ്ദീൻ മോസ്കിൽ പ്രധാനമന്ത്രി സന്ദർശനം നടത്തി. ബ്രൂണൈ സന്ദർശനം പൂർത്തിയാക്കി നാളെ സിംഗപ്പൂരിലെത്തുന്ന പ്രധാനമന്ത്രി സിംഗപ്പൂർ പ്രസിഡന്റ്, പ്രധാനമന്ത്രി തുടങ്ങിയവരുമായി കൂടിക്കാഴ്ച നടത്തും. സിംഗപ്പൂരിലെ വ്യവസായ സമൂഹവുമായും അദ്ദേഹം സംവദിക്കും. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ രാജ്യസഭാംഗമായി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. പാർലമെന്റ് മന്ദിരത്തിൽ നടക്കുന്ന ചടങ്ങിൽ ഉപരാഷ്ട്രപതിയും രാജ്യസഭാ ചെയർമാനുമായ ജഗദീപ് ധൻകർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. മധ്യപ്രദേശിൽ നിന്നാണ് ശ്രീ ജോർജ് കുര്യൻ BJPയുടെ രാജ്യസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. നെഹ്റു ട്രോഫി ജലമേള ഈ മാസം 28-ന് നടത്താൻ തീരുമാനം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ജലമേള ഉദ്ഘാടനം ചെയ്യും. ഇന്ന് ചേർന്ന നെഹ്റു ട്രോഫി ബോട്ട് റേസിംഗ് കമ്മിറ്റിയിലാണ് തീരുമാനം. മന്ത്രി P. പ്രസാദ്, PP ചിത്തരഞ്ജൻ MLA തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. സംസ്ഥാനത്ത് അതിഥി തൊഴിലാളി രജിസ്ട്രേഷന് ഏകീകൃത പോർട്ടലും മൊബൈൽ ആപ്ലിക്കേഷനും വികസിപ്പിക്കാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം. രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ആധാർ അധിഷ്ഠിത യുണീക്ക് നമ്പർ നൽകി വിവിധ ഏജൻസികൾക്ക് വിവരങ്ങൾ ലഭ്യമാക്കും. രജിസ്ട്രേഷന്റെ ഉത്തരവാദിത്തം തൊഴിൽ ദാതാവിനായിരിക്കും. സംസ്ഥാനത്ത് കുടുംബശ്രീയുടെ ഓണച്ചന്തകൾക്ക് ഈ മാസം 10-ന് തുടക്കമാകും. സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി MB രാജേഷ് പത്തനംതിട്ടയിൽ നിർവഹിക്കും. ഉപഭോക്താക്കൾക്ക് ഓണത്തിന് ന്യായവിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ 2154 വിപണന മേളകളാണ് സംഘടിപ്പിക്കുന്നത്. സൂക്ഷ്മ സംരംഭ മേഖലയിലെ ഉൽപ്പന്നങ്ങളാണ് പ്രധാനമായും മേളയിലെത്തുക. വിപണന മേള 14-ന് സമാപിക്കും. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖ് സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിൽ നിലപാടറിയിക്കാൻ ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കേസ് ഈ മാസം 10-ന് പരിഗണിക്കും. യുവനടിയെ സിദ്ദിഖ് തിരുവനന്തപുരത്ത് വെച്ച് പീഡിപ്പിച്ചെന്നാണ് പരാതി. നടൻ പ്രേംകുമാറിന് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാന്റെ താൽക്കാലിക ചുമതല നൽകി. രഞ്ജിത്ത് രാജിവെച്ച ഒഴിവിലാണ് അക്കാദമിയുടെ വൈസ് ചെയർമാൻ കൂടിയായ പ്രേംകുമാറിന് ചുമതല നൽകിയത്. ഇത് സംബന്ധിച്ച ഉത്തരവ് സാംസ്കാരിക വകുപ്പ് പുറത്തിറക്കി. ദീൻ ദയാൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തയ്യാറാക്കിയ കോഫി ടേബിൾ ബുക്ക് പോഷൻ ഉത്സവ് രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രകാശനം ചെയ്തു. മുൻ കേന്ദ്ര സഹമന്ത്രി V. മുരളീധരൻ സന്നിഹിതനായിരുന്നു. പേപ്പർ അറേബ്യ 2024 പ്രദർശനത്തിന്റെ 12ാം പതിപ്പിന് ദുബായിൽ തുടക്കമായി. ദുബായിലെ വേൾഡ് ട്രേഡ് സെന്ററിൽ നടക്കുന്ന പരിപാടിയിൽ ഇന്ത്യൻ കമ്പനികൾ ഉൾപ്പെടെ 10 വ്യവസായ സ്ഥാപനങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യൻ നിർമ്മാതാക്കൾക്ക് ഉൽപ്പന്നങ്ങളും സാങ്കേതിക വിദ്യകളും ആഗോള പ്രേക്ഷകർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കാനുള്ള വേദി കൂടിയാണ് പ്രദർശനം ഈ മാസം 5-ന് സമാപിക്കും. ദുബായിൽ പുതുതായി സ്ഥാപിതമായ CBSE റീജിയണൽ ഓഫീസിലെയും സെന്റർ ഓഫ് എക്സലൻസിലെയും ഉദ്യോഗസ്ഥർ ബോർഡിന് കീഴിലുള്ള സ്കൂളുകളുടെ പ്രിൻസിപ്പൽമാരുമായും മേധാവികളുമായും അബുദാബിയിൽ കൂടിക്കാഴ്ച നടത്തി. അബുദാബിയിലെ ഇന്ത്യൻ എംബസിയിൽ സംഘടിപ്പിച്ച വിദ്യാഭ്യാസ പരിപാടിയിലായിരുന്നു കൂടിക്കാഴ്ച. UAEയിലെ ഇന്ത്യൻ അംബാസിഡർ സഞ്ജയ് സുധീർ ചടങ്ങിനെ അഭിസംബോധന ചെയ്തു. ഇന്ത്യയും UAEയും തമ്മിലുള്ള വിദ്യാഭ്യാസ ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ഇത്തരം സംരംഭങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. രാജസ്ഥാനിലെയും ഡൽഹിയിലെയും CBSEക്ക് കീഴിലുള്ള 27 സ്കൂളുകളിൽ ബോർഡ് മിന്നൽ പരിശോധന നടത്തി. ബോർഡ് അനുശാസിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളും നിർദ്ദേശങ്ങളും കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് പരിശോധനകളിൽ നിന്നുള്ള കണ്ടെത്തലുകൾ സമഗ്രമായി അവലോകനം ചെയ്യുമെന്നും മാനദണ്ഡങ്ങൾ പാലിക്കാത്ത സ്കൂളുകൾക്കെതിരെ ഉചിതമായ നടപടികൾ കൈക്കൊള്ളുമെന്നും CBSE പ്രസ്താവനയിൽ പറഞ്ഞു. ഉത്തർപ്രദേശിൽ ചെന്നായ്ക്കളുടെ ആക്രമണമുണ്ടായ മേഖലകളിൽ കൂടുതൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ച് സംസ്ഥാന സർക്കാർ. മേഖലകളിൽ 10ഓളം സംഘങ്ങളാണ് തിരച്ചിൽ നടത്തുന്നത്. അതിനിടെ ബഹ്റൈച്ച്, ബരാബങ്കി ജില്ലകളിൽ 2 വ്യത്യസ്ത സംഭവങ്ങളിലായി 2 കുട്ടികളെ കൂടി ചെന്നായ്ക്കൾ ആക്രമിച്ചു. ഇന്നലെ രാംപൂർ ജില്ലയിൽ ഒരു ചെന്നായ വനം വകുപ്പ് സംഘം പിടികൂടിയിരുന്നു. അഖിലേന്ത്യാ NCC താൽ സൈനിക് ക്യാമ്പിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. 12 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പിൽ 1547 കേഡറ്റുകൾ പങ്കെടുക്കുന്നുണ്ട്. യുവജനങ്ങൾക്കിടയിൽ നേതൃത്വത്തിന്റെയും കൂട്ടായ പ്രവർത്തനത്തിന്റെയും ശക്തമായ അടിത്തറ കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന ക്യാമ്പ് ഈ മാസം 13-ന് സമാപിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.